ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്റതിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. പരിശുദ്ധരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സ്നേഹം നിറഞ്ഞ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നാം. കരുണാവാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപ്പും ഇരുപ്പും എല്ലാം സ്നേഹത്തിലും കാരുണ്യത്തിലും നിറഞ്ഞതാണ്. അവിടുന്ന് പഠിപ്പിച്ച എല്ലാ അധ്യാപനത്തിലും നമുക്കത് കാണാം. അവിടുത്തെ പെരുമാറ്റങ്ങളിലെല്ലാം കാരുണ്യത്തിൻ്റെ സ്പർശം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സാമ്പത്തിക ഇടപാടുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പരിശുദ്ധിയെ വായിക്കുമ്പോൾ ഏറ്റവും പ്രകടമായ ഒരു രംഗമാണ് അവിടുത്തെ സാമ്പത്തിക വിശുദ്ധി. ചില ആളുകൾ മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പേരിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ഇടപാടുകളിൽ ബന്ധപ്പെട്ട എല്ലാവരും പറയും അതിന് മാത്രം അദ്ദേഹത്തെ കൊള്ളില്ല എന്ന്. യഥാർത്ഥത്തിൽ മതധർമ്മങ്ങൾ ഒരാൾ പുലർത്തുമ്പോൾ ആദ്യമായി അവരിൽ ഉണ്ടായിത്തീരേണ്ട ചില മൗലിക ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് സാമ്പത്തിക വിശുദ്ധി. ആരുമായി എന്ത് ഇടപാട് നടന്നാലും മാനമായി, രമ്യമായി, സൗമ്യമായി അത് പരിഹരിക്കാൻ കഴിയണം. ആദർശത്തെ ജീവിതത്തിൻ്റെ ഇത്തരം വിശുദ്ധ രംഗങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിത്തീരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പും പ്രവാചകത്വം ലഭിച്ച ശേഷവും പല സംഭവങ്ങളിലും കടം വാങ്ങലും കടം കൊടുക്കലും അത് തിരിച്ചു കൊടുക്കലുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അറേബ്യയിലെ ആ കാലഘട്ടത്തിലെ ചുറ്റുപാടിൽ സ്വാഭാവികമായും അതിലൊന്നും അത്ര വൃത്തിയും ശുദ്ധിയും ഉള്ളവർ കുറവാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ നുബുവത്തിൻ്റെ മുമ്പ് അബൂജഹൽ കടം വാങ്ങിയ ഒരു ധനം ഒരു പാവപ്പെട്ട കച്ചവടക്കാരന് കൊടുക്കാതെ ബുദ്ധിമുട്ട് കളിപ്പിച്ചപ്പോൾ അബൂജഹൽ ഒരു മനുഷ്യനോട് ഉൽപ്പന്നം വാങ്ങിയതാണ്, കാശ് കൊടുക്കാം എന്ന വ്യവസ്ഥിതിയിൽ. മക്കയിലെ തെരുവിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ വലിയൊരു മാർക്കറ്റിൽ വലിയ മുതലാളിമാർ വില പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം വില പറയാൻ പാവങ്ങൾക്ക് അവകാശമില്ല. അബൂജഹിൽ പോയി വലിയ വില പറഞ്ഞു. അയാൾ അത് സ്വന്തമാക്കി ഉൽപ്പന്നം വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വിദേശിയായി കച്ചവടക്കാരന് തൻ്റെ മുതൽ കിട്ടുന്നില്ല. വല്ലാതെ വിഷമിച്ചു അയാൾ. പലരോടും പരിഭവം പറഞ്ഞു. ആരും അത് ചെവി കൊള്ളുന്നില്ല. അവസാനം അബ്ദുൽ മുത്തലിബിൻ്റെ പൗത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ ഇത്തരം പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ മേടിച്ചു കൊടുക്കാനും ന്യായമായ പോയിന്റുകളിൽ ശബ്ദിക്കാനും സന്നദ്ധനാണ് എന്ന വിവരം കിട്ടിയപ്പോൾ ഈ വിദേശ കച്ചവടക്കാരൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. ഞാൻ പരദേശിയാണ്. ഇവിടെയുള്ള അംറു ഇബ്നു ഹിഷാം വലിയ സമ്പന്നനാണ്, വലിയ മുതലാളിയാണ്. എന്നോട് എൻ്റെ ഉൽപ്പന്നം വില പറഞ്ഞ് മാടിച്ചിട്ട് എനിക്ക് അതിൻ്റെ പണം തന്നിട്ടില്ല. പലരോടും പറഞ്ഞിട്ട് ആരും എന്നെ സഹായിക്കുന്നില്ല. അങ്ങ് എന്നോട് ദയ കാണിക്കണം. നിങ്ങൾ മക്കയുടെ നാട്ടുരാജാവായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ പൗത്രനല്ലേ, നിങ്ങളെന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോട് പരാതിപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ആലോചിക്കാതെ മക്കയിലെ കുബേരനായ നാട്ടുപ്രമാണിയുടെ അടുത്തേക്ക് നേരെ കയറിപ്പോയ രംഗം ചരിത്രത്തിലുണ്ട്. അംറു ഇബ്നു ഹിഷാമിൻ്റെ മുഖത്ത് നോക്കി, നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന് ഇടപാട് കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വീട്ടണമെന്ന് ഗൗരവത്തോടെ ഗാംഭീര്യത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ അബൂജഹലിൻ്റെ മുഖത്ത് നോക്കി പറയുകയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സുരക്ഷയും പ്രത്യേകമായ കാവലുമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംറു ഇബ്നു ഹിഷാം എന്ന മക്കയിലെ പ്രമാണി
കണ്ടതോടുകൂടി ഭയപ്പെട്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. അത്രയും നല്ല ഒരു ആർജവം തിരുനബിയുടെ മുഖത്തുണ്ടായിരുന്നു, ഒരു ഗാംഭീര്യത. അംർ ഇബ്നു ഹിഷാം എന്ന മുതലാളിക്ക് അബൂജഹലിന് മറുത്തു പറയാനൊന്നും പറ്റാത്തൊരവസ്ഥ. വേഗം വീട്ടിനകത്ത് പോയി കാശെടുത്ത് പാവപ്പെട്ട ആ വിദേശിയായ കച്ചവടക്കാരന് കൊടുത്ത് വേഗം പ്രശ്നം പരിഹരിച്ചു. ആളുകൾ പിന്നീട് അംർ ഇബ്നു ഹിഷാമിനോട് ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന് വഴങ്ങിയത്? നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ സന്നദ്ധമല്ലായിരുന്ന ആ പണം ഇത്രയും പെട്ടെന്ന് മുഹമ്മദ് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എടുത്തു കൊടുത്തല്ലോ, എന്താ കാര്യം? അപ്പോഴാണ് മക്കയിലെ പ്രമാണി അംർ ഇബ്നു ഹിഷാം അബൂജഹൽ പെട്ടെന്ന് പറഞ്ഞത്, അതെ, മുഹമ്മദ് എന്നോട് ആ ന്യായമായ ആവശ്യം പറയാൻ എൻ്റെ വീട്ടുപടിക്കൽ വന്ന് എന്നോട് കാര്യം സംസാരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ആകമാനം പിടിച്ചു വിഴുങ്ങുന്ന ഏതോ വന്യമൃഗങ്ങൾ മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്താൻ ഞാൻ സന്നദ്ധനല്ലെങ്കിൽ എന്നെ പിടിച്ചു വിഴുങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയും വലിയ ഒരു ഗാംഭീര്യത മുഹമ്മദിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് അംർ ഇബ്നു ഹിഷാം അബൂജഹൽ പിന്നീട് പറയുകയുണ്ടായി. ഈ സംഭവമെല്ലാം തെളിയിക്കുന്നത് പാവപ്പെട്ടവരുടെ അവകാശത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ നേടിക്കൊടുക്കണം. ക്രമസമാധാന പാലകരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം അത്തരം പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ അവകാശത്തെ നേടിക്കൊടുക്കാൻ വേണ്ടി ഉത്സാഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ നിൽക്കുകയാണ്. അനുയായികളെല്ലാം സ്നേഹജനങ്ങൾ, എന്തെന്നില്ലാത്ത സ്നേഹാദരവോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കുന്ന ആളുകളാണ്. ഒരു യഹൂദി കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, എനിക്ക് താങ്കൾ നൽകുവാനുള്ള എവിടെ പണം? കാരക്കയായിരുന്നു, വലിയ കാരക്ക, ഈത്തപ്പഴം 60 സാഴ് കടം മേടിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധനമിടപാടുകൾ യഹൂദികളോടും മുസ്ലിങ്ങളോടും അനുയായികളോടും എതിരാളികളോടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതും നാം പഠിക്കണം. ഒരു മതേതര സമൂഹത്തിൽ അത്തരം പെരുമാറ്റങ്ങളെല്ലാം അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുള്ളതാണ്. യഹൂദി വന്ന് പണം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെയായിപ്പോയി. റസൂലുള്ള പരിങ്ങിപ്പോയി. കാരണം തിരിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിയുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. റസൂലുള്ള ആദ്യം പറഞ്ഞു നോക്കി, സഹോദര, നിങ്ങൾക്ക് ഞാൻ തരാനുള്ള ഇടപാട് തരും, എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്തായിപ്പോയല്ലോ നിങ്ങളുടെ ഈ വരവ്, എന്തു ചെയ്യാൻ, ഞാൻ എങ്ങനെ തരും നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിഷമം പറഞ്ഞപ്പോഴേക്ക് യഹൂദിയുടെ സ്വഭാവം മാറി. യഹൂദി വഴക്ക് പറയാൻ തുടങ്ങി, അസഭ്യം പറയാൻ തുടങ്ങി, അരുതാത്തത് പറയാൻ തുടങ്ങി. ഫഹമ്മ ബിഹി അസ്ഹാബുഹു. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. കാര്യം എന്ത് ന്യായമുണ്ടായിട്ടാണെങ്കിലും തങ്ങളുടെ അനിഷേധ്യനായ നേതാവിനെ അർഹിക്കാത്ത വിധത്തിൽ അസഭ്യം പറയുന്നത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? അവരെന്തോ ചെയ്യാൻ കരുതിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടു. അവരോട് പറഞ്ഞു, പറ്റില്ല, അദ്ദേഹം അത് പറയാൻ അവകാശമുള്ളയാളാണ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. താൻ പ്രതിക്കൂട്ടിലാണ്. അപ്പോഴും തനിക്കെതിരിൽ അസഭ്യം പറഞ്ഞ ആൾക്ക് അനുകൂലമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി പ്രഖ്യാപനം. ദഊഹ്, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക, അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ. ഇന്ന ലിസ്വാഹിബിൽ ഹഖ് മഖാലൻ. ഈ മുദ്രാവാക്യം കോടതിയിലും രാഷ്ട്രീയ ഓഫീസുകളിലും നമ്മുടെ മതസ്ഥാപനങ്ങളിലുമൊക്കെ സ്ഥാപിക്കപ്പെടണം. ഇന്ന ലിസ്വാഹിബിൽ ഹഖ് മഖാലൻ. നിശ്ചയമായും അവകാശമുള്ളവർക്ക് ചിലതൊക്കെ പറയാൻ അധികാരമുണ്ട്. പണം തിരികെ കിട്ടാനുള്ള ഒരാൾക്ക് അത് ചോദിക്കുന്നതിൻ്റെ ഭാഗമായി ചിലതൊക്കെ പറയേണ്ടി വരും. അത് പറയാൻ അവർക്ക് അവകാശമുണ്ട്. ഇന്ന ലിസ്വാഹിബിൽ ഹഖ് മഖാലൻ. നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാനുള്ളത് സത്യമാണ്, ഞാൻ കൊടുക്കേണ്ടവനാണ്.
എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാതെ വന്ന ഒരു വിഷമമാണ്. ഇന്നലി സ്വാഹിബിൽ ഹഖി മഖാലൻ, വല്ലാത്തൊരു വാക്കാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഒരു ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖൗല ബിൻതുൽ ഹക്കീം, തൻ്റെ കുടുംബത്തിലെ സമ്പന്നയായ ഒരു സഹോദരിയാണ്, അൻസാരികളിൽപ്പെട്ട, അവിടെ പോകാൻ പറഞ്ഞു. ഖൗലയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം, ഇത്ര ഈത്തപ്പഴം നല്ല ഇനം തിരുനബിക്ക് വേണ്ടി, പ്രവാചകന് വേണ്ടി തരാൻ ആവശ്യപ്പെടണം. എന്നിട്ട് ഖൗലയിൽ നിന്നും അത് സ്വീകരിച്ച് ഈ യഹൂദിയുടെ കടം വീട്ടണം. കുറച്ചധികം വാങ്ങിയിട്ട് കുറച്ചധികം കൊടുക്കുകയും വേണം. അഥവാ നിശ്ചയിച്ച കടത്തിൻ്റെ കണക്കിനേക്കാളും കുറച്ച് മുകളിൽ കൊടുക്കണം. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ദൂതൻ യഹൂദിയെയുമായി ഖൗല ബിൻതുൽ ഹക്കീമിൻ്റെ വീട്ടിലേക്ക് പോയി ഉയർന്ന അളവിൽ മുന്തിയ തരം ഈത്തപ്പഴം വാങ്ങി കടമെല്ലാം വീട്ടി അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഒരു അറാബിയുടെ സംഭവത്തിലും ഇതിനോട് സമാനമായൊരു സംഭവം നടന്നതായി കാണുന്നുണ്ട്. അവിടെ കടമിടപാട് കൃത്യത്തിന് കിട്ടിയപ്പോൾ കിട്ടിയ വ്യക്തി പറയുന്നുണ്ട്, ജസാക്കല്ലാഹു ഖൈറൻ ഫഖദ് ഔഫൈത വ അത്യബ്ത, ദൈവം തമ്പുരാൻ അങ്ങേക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ, അങ്ങ് തരേണ്ടത് തരും, അങ്ങ് നൽകേണ്ടത് കൃത്യമായി തന്നിരിക്കുന്നു, വൃത്തിയായി തന്നിരിക്കുന്നു, അധികവും തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിനന്ദനം പറയുകയാണ്. ഏതൊരു ഇടപാടുകാരനും നമ്മോട് ബന്ധം പുലർത്തിയാൽ ന്യായമായും അവകാശങ്ങളും ഉപകാരങ്ങളും തിരിച്ചു കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. ഈ ഇടപാടുകാരൻ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗമ്യമായി ഉപദേശിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അത് കാണാം. ഖൈറുക്കും അഹ്സനുക്കും ഖളാഅൻ. ഇത് നാം ജീവിതമാർഗത്തിൽ പ്രത്യേകിച്ച് പ്രബോധകന്മാരും പണ്ഡിതന്മാരും സ്ഥാപന ഭാരവാഹികളുമെല്ലാം കൃത്യമായി പഠിച്ചിരിക്കുകയും പ്രയോഗിക്കുകയും വേണം. ഖൈറുക്കും അഹ്സനുക്കും ഖളാഅൻ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ധനമിടപാടുകളിൽ കൃത്യമായും നല്ല രീതിയിലും വീട്ടിക്കൊടുക്കുന്നവരാണ്. ധനമിടപാടുകളിൽ അത് ഒരു തൊഴിലാളിക്കുള്ള ശമ്പളത്തിൻ്റെ വകയാവട്ടെ, പണിയെടുത്തതിൻ്റെ കൂലിയാവട്ടെ, കടം വാങ്ങിയതിൻ്റെ തിരിച്ചു കൊടുക്കലാവട്ടെ, അഹ്സനുക്കും ഖളാഅൻ, നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നവരാരോ അവരാണ് നിങ്ങളിൽ വെച്ചും ഉത്തമന്മാർ. ഇവിടെ നമസ്കാരം വർദ്ധിപ്പിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ദിക്ർ വർദ്ധിപ്പിക്കുന്നവരും ഒക്കെ നല്ലവരാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രയോഗത്തിൽ ഖൈറുക്കും അഹ്സനുക്കും ഖളാഅൻ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ സാമ്പത്തിക ഇടപാടുകളിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഉലൈക ഖിയാറു ഇബാദില്ലാഹി യൗമൽ ഖിയാമ അൽ മൂഫൂന ത്വയ്യിബൂൻ. അത്തരക്കാർ, അതെ, നല്ല രീതിയിൽ ഇടപാട് നടത്തുകയും തൻ്റെ ഉപഭോക്താവിനെ, തൻ്റെ പ്രിയപ്പെട്ട ഇടപാടുകാരനെ നല്ല രീതിയിൽ പൂർത്തിയാക്കി വീട്ടുകയും ചെയ്തവർ, ഉലൈക ഖിയാറു ഇബാദില്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിധിതീർപ്പ് ദിവസം ഏറ്റവും നല്ല മനുഷ്യരായി അള്ളാഹു പരിഗണിക്കുക അത്തരക്കാരെയാണ്. ആരാണവർ? അൽ മൂഫൂന ത്വയ്യിബൂൻ, കൃത്യമായും ഭംഗിയായും ഇടപാടുകൾ പൂർത്തിയാക്കി വീട്ടുന്നവർ. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഈ വിശുദ്ധി നാം എപ്പോഴും ശ്രദ്ധിക്കണം. അറേബ്യയിലെ ഒരു സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒരു ചെറിയ ഒട്ടകത്തെ കടം മേടിച്ചു. കടം മേടിക്കാം, ആവശ്യമുള്ള സന്ദർഭത്തിൽ കടം വാങ്ങാം, അതൊരു വിഹിതമായ അനുവദനീയമായ മാർഗമാണ്. പക്ഷേ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും അസഹിഷ്ണുതയോടെ പെരുമാറരുത്. തിരിച്ചു ചോദിക്കുന്ന ആളുകൾക്ക് അവധി എത്തിയാൽ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, അത് നാം എപ്പോഴും അറിയണം. ഒരു ചെറിയ ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടം മേടിച്ചു. സമയമായപ്പോൾ ആ മനുഷ്യൻ, ആ അറേബ്യയിലെ സഹോദരൻ, തിരിച്ച് തൻ്റെ ഇടപാട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂലുള്ള പറഞ്ഞു, ശരി, താങ്കളുടെ ഒട്ടകം ഞാൻ തരാനുണ്ട്, ശരിയാണ്, അവധിയായല്ലേ, തരാം. തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമാവകാശത്തിലുള്ള കുറച്ച് ഒട്ടകങ്ങളുണ്ട്, അവിടെ പോയി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത്ര പ്രായമുള്ള ഒട്ടകത്തെ ഞാൻ അദ്ദേഹത്തോട് കടം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ വേഗം നല്ലൊരു ഒട്ടകത്തെ അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു.
സഹാബിമാർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്മാർ വേഗം ചെന്ന് തിരുനബിയുടെ ഉടമയിലുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പരിശോധിച്ചു. അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇയാൾക്ക് കൊടുക്കാൻ തരമില്ല. കാരണം ലാ നജിദു ഇല്ലാ അംസല മിൻ സിന്നിഹി. ഇദ്ദേഹത്തിന് നാം കൊടുക്കാനുള്ള ഒട്ടകം ചെറിയ പ്രായമുള്ളതാണ്, ചെറിയ വിലയുള്ള ചെറിയ ഒട്ടകമാണ്. അങ്ങനെ ഒരു ഒട്ടകം നമ്മുടെ ഒട്ടകക്കൂട്ടങ്ങളിൽ ഇല്ല. അതിനേക്കാളും വലിയ ഒട്ടകങ്ങളെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നറിയുമോ? അഅ്തൂ, കുറച്ച് വലിയ ഒട്ടകമല്ലേ, സാരമില്ല, നാമല്ലേ സഹിക്കുന്നത്, അദ്ദേഹത്തിന് കുറച്ച് അധികം കിട്ടിക്കോട്ടെ. അഅ്തൂ, നിങ്ങൾ അദ്ദേഹത്തിന് വലിയ ഒട്ടകത്തെ കൊടുക്കുക. ഇടപാട് വീട്ടുന്നതിൽ നമ്മൾ നന്നാവണം. അവിടെയും പറഞ്ഞു, ഇന്ന മിൻ ഖൈരിക്കും അഹ്സനുക്കും ഖളാഅൻ. നല്ല രീതിയിൽ അങ്ങോട്ട് തിരിച്ച് ഇടപാട് വീട്ടുന്നവരാണ് നിങ്ങളിൽ വെച്ച് ഉത്തമന്മാർ. ഇവിടെയാണ് സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിലുള്ള വിശുദ്ധി. എല്ലാവർക്കും അടയാളമാണത്. വേഷത്തിലും ഭക്തിമാർഗങ്ങളിലും ആരാധനാ നിർവഹണങ്ങളിലെല്ലാം കൃത്യത വ്യക്തമായും പുലർത്തുന്ന ചില ആളുകൾ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന കാര്യത്തിൽ, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ വളരെയധികം ഉദാസീനത കാണിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇടപാട് കാര്യത്തിലുള്ള സത്യസന്ധതയെ വിവരിച്ചുകൊണ്ട് ആ ഭാഗത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ദർശനം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ജീവിതത്തിലെ ലക്ഷണങ്ങൾ എത്ര തന്നെ നല്ലതാണെങ്കിലും അയാളെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്നറിയണമെങ്കിൽ അദ്ദേഹത്തോട് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കണം. ആ കാര്യത്തിൽ അയാളുടെ സമീപനം എന്താണ്? ആളുകളെ അമിതമായി അവിഹിതമായി വിഷമിപ്പിച്ച് അഴിമതി നടത്തി കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ച് വിഷമിപ്പിക്കുന്ന ആളാണോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു, ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗഖ കഅബിസ് സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി അഥറുൻ ഖദ് ഖലഅ. ഒരു വ്യക്തിയിൽ നിന്ന് നീ അദ്ദേഹത്തിൻ്റെ കയറ്റിയുടുത്ത മുണ്ട് കണ്ടിട്ട് വഞ്ചിതനായി പോകണ്ട. വലിയ തലപ്പാവ് കണ്ടിട്ട് നീ ഒരു ആള് വിശുദ്ധനാണ് എന്നൊന്നും കരുതി പോകണ്ട. ഔ ജബീനുൻ ലാഹ ഫീഹി അഥറുൻ ഖദ് ഖലഅ. മുഖത്ത് നെറ്റിത്തടത്തിൽ സുജൂദിൻ്റെ പാടുകൾ, അടയാളം തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. അതൊന്നും കണ്ടിട്ട് ഒരാൾ വിശുദ്ധനാണ് എന്ന് നീ തീർപ്പ് പറയണ്ട. കാരണം അതൊക്കെ കൃത്രിമമായി കാപഢമായി അഭിനയിക്കാൻ കഴിയും. മറിച്ച് ഒരാൾ വിശുദ്ധനോ അവിശുദ്ധനോ എന്നറിയാനുള്ള മാർഗം ഫൻളുരിദ്ദിർഹമ ഫൻളുർ ഗയ്യഹു ഔ റഷദ. പണമിടപാട് നടത്തി നോക്കുക. കൊടുക്കലോ വാങ്ങലോ കച്ചവടങ്ങളോ പണം കടം ചോദിക്കലോ കടം വാങ്ങലോ ഇതൊക്കെ ഒന്ന് നടത്തി നോക്കുക. അദ്ദേഹത്തിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നിനക്കവിടെ സാധിക്കും. സാമ്പത്തിക ഇടപാടിൽ വിശുദ്ധി പുലർത്തുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധർമ്മമുണ്ട്, ഭക്തിയുണ്ട്. ഇതൊരു വല്ലാത്ത സന്ദേശമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്രാവാക്യം നമ്മെ നയിക്കണം. ഖൈറുക്കും അഹ്സനുക്കും ഖളാഅൻ. നിങ്ങളിൽ വെച്ച് ഉത്തമന്മാർ നിങ്ങളിൽ വെച്ച് ധനമിടപാടുകളിൽ നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിൻ്റെ കുറേ മുമ്പ് ഒരാൾക്ക് ഇടപാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു പിരിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന സമയം ഇന്ന സ്ഥലത്ത് എനിക്ക് തരാനുള്ള ഇടപാടുമായി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇടപാടുകാരൻ പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് പോയി അയാൾക്ക് കൊടുക്കാനുള്ള പണവുമായി കാത്തിരുന്നു. പക്ഷേ ഇടപാടുകാരന് മറന്നുപോയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി ആ സമയത്ത് തൻ്റെ സുഹൃത്ത് വരുമെന്ന് നനച്ചിട്ടുണ്ടാവില്ല. ഏതാവട്ടെ ഇടപാടുകാരൻ വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? ഇടപാടിൻ്റെ വിഷയമല്ലേ? എല്ലാ സീറകളിലും കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ മുമ്പ് 3 ദിവസം ആ വഴിയിൽ ആ തെരുവിൽ തൻ്റെ ഇടപാടുകാരനെ കാത്ത് പണവുമായി സൂക്ഷിച്ചു,
കാത്തു കഴിഞ്ഞു. 3 ദിവസം എവിടേക്കും മാറിപ്പോയില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തോട് താൻ വാക്ക് പറഞ്ഞതാണ്, കൊടുക്കാനുള്ള ക്യാഷാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് കൊണ്ടുതരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ വന്നില്ലെങ്കിലും എൻ്റെ ഭാഗത്ത് വീഴ്ച വരരുത് എന്ന് കരുതി 3 ദിവസത്തോളം പെരുവഴിയിൽ തൻ്റെ ഇടപാടുകാരനെയും കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിരുന്നതായി നിവേദനങ്ങളിൽ കാണാം. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധി. ഈ ഒരു കാരുണ്യം ആര് കാണാൻ വന്നാലും ആര് ചോദിക്കാൻ വന്നാലും ഇന്ന ലി സ്വാഹിബിൽ ഹഖ് മഖാലൻ, ചോദിക്കാനും പറയാനുമുള്ളവർക്ക് ചില അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ അധ്യാപനം വളരെ വിശുദ്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം നന്മ നിറഞ്ഞതാണ്. അതിനെ പരമാവധി ജീവിതത്തിൽ പുലർത്താനും പകർത്താനും നമുക്ക് സാധിച്ചാൽ നമുക്ക് ആ വഴിയെ അവകാശപ്പെടാം. ആ ഒരു വിശുദ്ധിയിലേക്ക് അല്ലാഹു തആല നമ്മെ വഴി നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.